റാപ്പർ വേടനെ അനുകൂലിച്ച് ഇന്ന് കൂടുതൽ പേർ രംഗത്ത്. എഴുത്തുകാരും സാംസ്കാരിക നായകരും ആക്ടിവിസ്റ്റുകളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് പിന്തുണ അറിയിക്കുന്നത്. കവി എസ് ജോസഫ്, സുനിൽ പി ഇളയിടം, സാറ ജോസഫ് എന്നിവരാണ് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ലേബി സജീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ലേബി, ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെ ഇവരാരും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവരുടെ എല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അഭിപ്രായ പ്രകടനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് തിരുത്തണമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ അപ്പോഴും അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേടന്റെ കാര്യത്തിൽ തിടുക്കപ്പെട്ട് നടത്തുന്ന ഈ നടപടികൾ, പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ നടപടികളൊക്കെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ഈ സമൂഹത്തിൽ ഉന്നതർ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ കാര്യത്തിലൊക്കെ ഉണ്ടാവാറുണ്ടോ എന്നുള്ളൊരു ചോദ്യം. മറ്റൊന്ന്, വേടൻ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നതിന് പിന്നിൽ വേടൻ പറയുന്ന എഴുതുന്ന രാഷ്ട്രീയ വരികളൊക്കെ ഉണ്ട്, അതെല്ലാം കാരണമാണെന്നും ഇവർ പറയുന്നു. ഇന്നിപ്പോൾ ആരൊക്കെയാണ് വേടനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ലേബി? ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? റോഷ്നി, ഇപ്പോൾ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന കറുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് കൂടുതൽ പേരാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്നത്. ഇന്ന് എസ് ജോസഫ്, ഇന്നലെ തന്നെ എസ് ജോസഫ് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇന്ന് കുറച്ചുകൂടി വിശദമായ പോസ്റ്റ്, കുറച്ചുകൂടി ശക്തമായ ഭാഷയിലാണ് എസ് ജോസഫ് കവി എഴുതിയിരിക്കുന്നത്. ബീഡി, സിഗരറ്റ്, ചുരുട്ട്, കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ്, കള്ള്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ നല്ലൊരു ശതമാനം ആളുകളും ഉപയോഗിക്കുന്നു. സിനിമാക്കാർ, ചിത്രം വരയ്ക്കുന്നവർ തുടങ്ങിയവരൊക്കെ ലഹരി ഉപയോഗിക്കാത്തവർ ഈ രംഗത്തൊക്കെ കലാസാഹിത്യ രംഗത്ത് കുറവാണ്. കള്ള് വരുത്തിയിട്ടാണ് തകഴി ചെമ്മീൻ എഴുതിയത്. പൊൻകുന്നം വർക്കി മദ്യം കഴിച്ചിരുന്നു. കോവിലൻ പോലും എഴുതുമ്പോൾ കട്ടൻ കാപ്പി ധാരാളമായി കുടിച്ചിരുന്നു. ആസ്വാദകർക്ക് കല സ്വാഭാവികമായി അനുഭവപ്പെടുമെങ്കിലും അത് സൃഷ്ടിക്കുന്നവർക്ക് പലതരം പ്രോബ്ലംസ്, സംഘർഷങ്ങൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. ഈ രീതിയിലാണ് എസ് ജോസഫിന്റെ പോസ്റ്റ്. അവിടെ റോഷ്നി പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് ഈ ഒരു പോസ്റ്റ് മാത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് പൂർണ്ണമായും വേടന് അനുകൂലമായ ഒരു നിലപാടാണ് എസ് ജോസഫ് സ്വീകരിച്ചിരിക്കുന്നത്. പല സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ളവർ പലരും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർ ഒക്കെ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. വേടനെ മാത്രം തിരിഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നുവെന്ന് ഈ എല്ലാ കേസും കൂടി ചേർത്തുകൊണ്ടാണ്, ലഹരി കേസും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് എസ് ജോസഫ് പറയുന്നത്. എന്നാൽ സുനിൽ പി ഇളയിടം അടക്കമുള്ളവർ ഈ ലഹരി ഉപയോഗത്തിനെതിരെ, ലഹരി ഉപയോഗിച്ച അതിന്റെ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കേസും അതിന്റെ വഴിക്ക് നടക്കട്ടെ, പക്ഷേ വേടനെ പോലെ ഒരാളെ ഇതിന്റെ ഒരു ജാതിയുടെ ഒരു രാഷ്ട്രീയം ഉയർത്തിക്കാണിച്ച്, കറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്നതിന്റെ പേരിൽ സമൂഹത്തിൽ നിന്ന് മാറ്റി വിവേചനം കാണിച്ച് ഇത്തരത്തിൽ വരുന്ന കേസുകളിൽ പക്ഷപാതം കാണിച്ച് നിർത്തുന്നതിനെതിരെയാണ് ഇവരൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. സുനിൽ പി ഇളയിടം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്, പുലിനഖമാല മുതൽ ആനക്കൊമ്പ് വരെ കൈവശമുള്ള ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ എല്ലാം തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലുമുണ്ട്. അതെല്ലാം ഒരു നടപടിക്കും വിധേയമാകാതെ തുടരുമ്പോഴാണ് സ്റ്റേഷൻ ജാമ്യം കിട്ടിയ കേസിന്റെ തുടർച്ചയിൽ 7 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റം ചുമത്തി വേടനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൊതു സംസ്കാരത്തിൽ നിലീനമായ സവർണതയെ ആഴത്തിൽ വെല്ലുവിളിക്കുന്നതാണ് വേടന്റെ കല. ഈ കലയെ ഭയന്നിട്ടാണ് ഇത്തരത്തിൽ സമൂഹത്തിന്റെ ഒരു നിയമം, അല്ലെങ്കിൽ സമൂഹത്തിന്റെ മേൽ നിയമം പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ആക്ഷേപമാണ് സമൂഹത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. സാറ ജോസഫും പ്രതികരണം വന്നിട്ടുണ്ട്. സാറ ജോസഫിന്റെ പ്രതികരണം വേടന്റെ കൂടെയാണ്, അവന്റെ വാക്കിന്റെ കൂടെ, അവന്റെ പാട്ടിന്റെ കൂടെ, അവന്റെ കൂടെ എന്ന് വളരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവർ ഇന്നലെ തന്നെ ആക്ടിവിസ്റ്റുകൾ രംഗത്ത് വന്നിരുന്നു, എഴുത്തുകാർ രംഗത്ത് വന്നിരുന്നു. എങ്കിലും ഇന്ന് പൊതുവെ ഇപ്പോൾ റോഷി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട കേസ് അതിൻ്റെ വഴിക്ക് അന്വേഷിക്കട്ടെ, അതിനെ ന്യായീകരിക്കുകയല്ല, ലഹരി ഉപയോഗിക്കുന്നതിനെ ആരും പ്രോത്സാഹിപ്പിക്കുകയുമല്ല. എന്നാൽ ഇത്തരമൊരു കേസ്, ഈ പുലിപ്പല്ല് ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സമാനമായ നിരവധി കേസുകൾ പലരുടെയും പേരിലുള്ളപ്പോൾ അതിലൊന്നും കാണിക്കാത്ത ഒരു വലിയ പ്രചാരം ഇതിൽ നടത്തുന്നു. ഇതിൽ വനം വകുപ്പിന് നേരെ തന്നെയാണ് ഈ ആരോപണ ശരങ്ങളെല്ലാം തന്നെ നീണ്ടു ചെല്ലുന്നത്. റോഷ്നി, ശരി, ഇന്നലെ തന്നെ വേടനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ കൂടുതൽ പേരായി എത്തുകയാണ്. സമൂഹ മാധ്യമങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച സജീവമായി തന്നെ നടക്കുന്നത്.